ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ വിചാരിച്ചൊരു Q&A ചെയ്യാന്ന്. ഞാൻ ഒരു ആഴ്ച മുന്നേ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ്. അതിൽ കുഴപ്പമില്ലാതെ 19 കമന്റ്സും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴൊക്കെ നിൽക്കുന്നു അപ്പോഴൊക്കെ എനിക്ക് കല്യാണ പരിപാടിയോ സൽക്കാര പരിപാടിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്കായി പോകും. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്ത് തിരക്കായിട്ടും കാര്യമില്ല, ഇന്ന് എന്തായാലും ചെയ്യണമെന്ന്. സോ ആൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ ഒരു ബുക്കിൽ എഴുതി വെച്ചേക്കാണ്. എൻ്റെ അടുത്ത് വേറെ ഫോണില്ല. അപ്പൊ ഇത് നോക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് വായിച്ചിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്ത് പരിപാടി വേഗം തീർക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് സുബൈബ ഫത്ത എന്നിട്ട് കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഹായ്, എനിക്ക് ഉണ്ട് ചോദിക്കാൻ, നിങ്ങൾ വയസ്സ് എത്രയാ? കണ്ടിട്ട് വലിയ പ്രായമില്ല ട്ടോ. ഈ കുഞ്ഞിൽ ഇങ്ങനത്തെ കേൾക്കുമ്പോ ഭയങ്കര സങ്കടമാവും. കാരണം വലിയ വണ്ണം ഇല്ല, കോലം ഇല്ല, കണ്ട പ്രായമില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് വരാറുള്ളത്. താങ്ക് യു സോ മച്ച്. എന്റെ പ്രായം വന്നിട്ട് 23 കഴിഞ്ഞു. ഈ വരുന്ന ജൂൺ 15 24 ആവും. ചിലരൊക്കെ ചോദിക്കാറുണ്ട് പ്രായം പറയാൻ ഇത്ര മടിയൊന്നുമില്ലേന്ന്. ഞാൻ ഇപ്പൊ പറയാതിരുന്നോണ്ട് പ്രത്യേകിച്ച് അത് കൂടാനും കുറയാനൊന്നും പോണില്ലല്ലോ. പിന്നെ അടുത്തത് ഷഹ്മ ഫാത്തിമ പി ചിഞ്ചു എന്നിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ്. ഇത്താത്ത, ഞാൻ കുറെ ആയി പറയുന്നു സഫ ഷിഫ ട്വിൻസ് അവരെ വരക്കോ, ബട്ട് ഇത്താത്ത വരച്ചില്ല, എനിക്ക് നല്ല വിഷമമുണ്ട്. അച്ചോടാ, ഞാൻ എന്തായാലും ഇതുപോലൊരു കമന്റ് ഈ ഒരു കമന്റ് ബോക്സിൽ വരുന്ന 100ൽ 110% വിചാരിച്ചതായിരുന്നു. കാരണം എന്താ വെച്ചാല് ഈ റീസെന്റ് ആയിട്ട് ഞാൻ ഇടുന്ന കുറച്ച് വീഡിയോസ്, അതായത് ചക്ക പറിച്ചതോ മാങ്ങ പറിച്ചതോ ചാമ്പക്ക തിന്നതോ അങ്ങനെ എന്ത് വീഡിയോ ഞാൻ ഇട്ടാലും അതിന്റെ താഴെ ഒരു 10-20 കമന്റ് വന്നിട്ടുണ്ടാവും. ഞാൻ അതിനെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ അഭിപ്രായം എന്ന് വിചാരിച്ച് ചാടിപ്പോയി തുള്ളി അത് എടുത്ത് നോക്കുമ്പോ താത്ത മമ്മൂട്ടിനെ വരക്കോ, താത്ത മോഹൻലാലിനെ വരക്കോ, താത്ത അവരെ വരക്കോ, ഇവരെ വരക്കോ, അങ്ങനെ വരക്കോ എന്ന് ചോദിച്ചിട്ടുള്ള കമന്റ്സ് ആണ് കൂടുതലും വരാറുള്ളത്. അപ്പൊ ഞാനിപ്പോ എന്ത് വീഡിയോ ഇട്ടാലും ഇങ്ങനത്തെ കമന്റ്സ് ഇപ്പൊ എന്റെ കമന്റ് ബോക്സിൽ വരാറുള്ളൂ. പക്ഷെ എനിക്ക് അതിൽ സങ്കടമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ഇട്ടോ, ഇനിയും ഇട്ടോ, എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോ ഞാൻ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുന്നതല്ല. ഞാനൊരു വീഡിയോ ഇട്ടാൽ അതിൽ വരുന്ന എല്ലാ കമന്റ്സും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മാക്സിമം ഞാൻ റീപ്ലൈ തരാറുണ്ട്. റീപ്ലൈ തരാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്കെങ്കിലും ഞാൻ ഇടാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാവരും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഒരു ദിവസം ഒന്നല്ലേ വരക്കാൻ പറ്റൂ. എനിക്ക് ആകെ 2 കൈയല്ലേ ഉള്ളൂ. പിന്നെ ഒരു ദിവസം ഒരു വീഡിയോയെ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ മാക്സിമം എല്ലാവരും ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരെ വരക്കാനുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പതുക്കെ ഓരോന്നോരോന്നായിട്ട് തീർക്കൂട്ടോ. ഞാൻ ആരതും വിടൂല. ഇനി അടുത്തത് അയ്യൂബ് YK7G. ഹായ്, എനിക്ക് ചോദിക്കാനുണ്ട്, ചോദിച്ചോളൂ. ഈ എത്രയിലാ പഠിക്കണത്? ഐ കംപ്ലീറ്റഡ് മൈ PG ഇൻ MSc കമ്പ്യൂട്ടർ സയൻസ്. ഞാൻ PG കംപ്ലീറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ ഗ്യാപ്പ് വന്നു. നിങ്ങളെ പ്ലേസ് എവിടെയാണ്? കറക്റ്റ് പറയാനാണെങ്കിൽ ഞാൻ തമിഴ്നാട്ടുകാരിയാണ്. പക്ഷേ കേരളം തമിഴ്നാട് ബോർഡറിലായിട്ട് വരും. എന്റെ വീട് ഇതാണെങ്കിൽ വീടിന്റെ തൊട്ടിപ്പുറത്ത് ചെക്ക് പോസ്റ്റ്, പിന്നെ ഒരു കുഞ്ഞി പാലം. ആ പാലം കഴിഞ്ഞാൽ അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത്, അതായത് വയനാടാണ്, കേരളമാണ്. അതായത് ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പറ 2 ചാട്ടം ചാടിയാൽ തമിഴ്നാട്, അപ്പുറം 2 ചാട്ടം ചാടിയാൽ വയനാട്, അതായത് കേരളം. അതാണ്, എനിക്ക് 2 ചാട്ടം കൊണ്ട് 2 സ്റ്റേറ്റുകൾ കീഴടക്കാൻ പറ്റും ഗൈസ്. അപ്പൊ കറക്റ്റ് പറയാനാണെങ്കിൽ എന്റെ വീട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വീടാണ് തമിഴ്നാട്ടിലാണ്. അടുത്തത് ഹിബ ഫാത്തിമ X6Y4C. അത് വായിക്കലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യലല്ല. ഇതുവരെ വരച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം? ഇത് അല്ല, ഇത് അല്ല, അത്, ഇത് ആസ് ആൻ ആർട്ടിസ്റ്റ് എന്ന നിലക്ക് നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമായിരുന്നു അത്. കാരണം ഞാൻ വരക്കുന്നതിൽ എനിക്ക് എല്ലാം ഫേവറേറ്റ് ആയിരിക്കും. ഇന്നത് എന്നുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് പറയാനാണെങ്കിൽ ഞാൻ എപ്പോഴും വരക്കുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു എന്റെ ഉമ്മാനും ഉപ്പാനും ഞാൻ വരക്കാൻ പഠിച്ചതിന് ശേഷം വരച്ച് അവർക്ക് ഗിഫ്റ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ വരച്ചതായിരുന്നു ഈ ഒരു പിക്ചർ. 25th വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനത് ഫ്രെയിം ചെയ്ത് കൊടുത്തിരുന്നു. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. നിഹാൽഖാനെ വരച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ പിക്ചർ ഉണ്ട് ഗൈസ്. അങ്ങനെ ഒന്നെന്ന് പറയാനായിട്ട് എനിക്കില്ല. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഏതാണ് പറയേണ്ടതെന്ന്. അടുത്തത് അബ്ദുൽ ഖാദർ B5G. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട്ടിലാണ്. ഈ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ നീലഗിരി ഡിസ്ട്രിക്ട് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അമ്പലവയൽ എന്നൊക്കെ പറഞ്ഞാൽ പൂപ്പലൊക്കെ നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മളിവിടുന്ന് കുറച്ചപ്പുറത്താണ്. അപ്പൊ അമ്പലവയൽ, വടുവഞ്ചാൽ, കോട്ടൂര്, എരുമാടി, ചേരമ്പാടി, അങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്റെ വീട് വരുന്നത്. ആരൊക്കെയാണ് വീട്ടിലുള്ളത് നിങ്ങൾക്ക്? വീട്ടിൽ വന്നിട്ട് ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, പിന്നെ എന്റെ തൊട്ട് താഴെ 3 ആൾക്കാരാണ്. ഞാനാണ് മൂത്തത്. തൊട്ട് താഴെ 2 അനിയന്മാരുണ്ട്, പിന്നെ ഒരു അനിയത്തിയും ഉണ്ട്. പഠിക്കുവായിരുന്നു, ഇപ്പൊ കഴിഞ്ഞു, PG കംപ്ലീറ്റഡ് ആണ്. അടുത്തത് കമ്മീത് കുട്ടി. അതാണ്, തമിഴ്നാട് എവിടെയാണ്? ഞാൻ പറഞ്ഞല്ലോ നീലഗിരി ഡിസ്ട്രിക്ട്, അതായത് ബോർഡറിലായിട്ട് വരും. അടുത്തത് @malala04. ഇതുവരെ വരച്ച ഡ്രോയിങ്ങിൽ ഫേവറേറ്റ് ഡ്രോയിങ് ഏതാണ്? എനിക്ക് പറയാൻ ഉത്തരമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണത്. എല്ലാം ഇഷ്ടമാണോ എനിക്ക് ഞാൻ വരച്ചതില്? @ഹാനി. ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ? എന്താവാനാണ് ആഗ്രഹം? ലവറുണ്ടോ? സുഖാണോ? ലാസ്റ്റ് ഒന്ന് തുടങ്ങാം നമുക്ക്. സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണ്, അൽഹംദുലില്ലാ, റാഹത്തായിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല എനിക്ക്.
ലവർ ഉണ്ടോ? ലവർ ഇല്ല. എന്താവാനാണ് ആഗ്രഹം? ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ? അങ്ങനെ ചോദിച്ചാല് ആക്ച്വലി പ്രത്യേകിച്ച് ഫ്യൂച്ചറിൽ ഒരു പ്ലാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതൊക്കെ കിട്ടണം എന്നുള്ള എക്സ്പെക്ടേഷൻ ഉള്ള ഒരു വ്യക്തിയല്ല ഞാൻ. അടുത്ത സെക്കൻഡ് അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുന്നു അതിനനുസരിച്ച് അപ്പപ്പോ പ്ലാൻ ചെയ്ത് അപ്പപ്പോ ഡേയ്സ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാ, അപ്പപ്പോ തീരുമാനങ്ങൾ എടുക്കുക, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ ഫ്യൂച്ചറിലോട്ട് അധികം അങ്ങോട്ട് ആലോചിക്കാറില്ല. സോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫ്യൂച്ചർ പ്ലാനും പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല ഗൈസ്. അടുത്തത് @ഇർഫാന321 ഡ്രോയിങ് ഏത് ഏജ് മുതലാണ് തുടങ്ങിയത്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ കുഞ്ഞിലെ സ്കൂൾ പഠിക്കുമ്പോഴൊന്നും അങ്ങനെ ഡ്രോയിങ്സ് ചെയ്യാറില്ല. പിന്നെ ഞാൻ ഡ്രോയിങ്സ് അതായത് നോർമൽ വീട്, മല, കാട് അങ്ങനെയൊക്കെ വരച്ചു തുടങ്ങിയത് ഒരു 5ാം ക്ലാസ് തൊട്ടിട്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അത്ര അടിപൊളിയായിട്ട് വരക്കാനൊന്നും എനിക്ക് അറിയില്ല. പിന്നെ ഉപ്പ കുറെ കളർ ബുക്കുകളൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പൊ അതിൽ ഞാൻ കുറെ കളറൊക്കെ അടിച്ചിട്ട് കളറിങ് ചെയ്യാനായിട്ടൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പെയിന്റ് ഒക്കെ വാങ്ങി തന്നിട്ട് പെയിന്റ് ഒക്കെ ചെയ്യായിരുന്നു. അക്കാര്യത്തിലൊക്കെ എന്റെ വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ പിന്നെ കുഴപ്പമില്ലാതെ ഞാനൊരു 10ാം ക്ലാസ് +1 ഒക്കെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം ഇങ്ങനത്തെ നേച്ചർ ചിത്രങ്ങളൊക്കെ വരക്കാനായിട്ട് ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു. അപ്പം ഈ കൊറോണ സമയമൊക്കെ വന്നപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ ചൊറിയും കുത്തി വെറുതെ ഇരിക്കുകയാണല്ലോ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ യൂട്യൂബിൽ ഓരോരുത്തർ ക്രിയേറ്റീവായിട്ട് പല പല കാര്യങ്ങളും ചെയ്യണം. എനിക്കൊരാഗ്രഹം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ പഴയ ആൽബം ഒക്കെ നോക്കിയിട്ട് ഗ്രിഡൊക്കെ യൂസ് ചെയ്തിട്ട് ഓരോന്ന് വരക്കാനൊക്കെ തുടങ്ങിയത്. പക്ഷെ സത്യം പറയാലോ, ഞാൻ ഉപ്പാനെ വരച്ചത് കണ്ട എന്റെ ഉപ്പയാന്ന് പോലും പറയില്ലായിരുന്നു. അത്രയ്ക്കും പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല, ഭയങ്കര ബോറായിരുന്നു. പക്ഷെ ഫസ്റ്റിൽ വരച്ചപ്പോൾ റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനത് അവിടെ വിട്ടില്ല. ഞാൻ വീണ്ടും 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 ട്രൈ ചെയ്തു. ആൻഡ് എന്റെ ഫ്രണ്ട്സും നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഏകദേശം 4-5 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ നിൽക്കുന്ന ഒരു നിലവാരത്തിലോട്ട് എത്തിയത്. അതായത് ഈ ഒരു ഇതിലോട്ട് എത്തിയത്, ഇങ്ങനെ വരക്കുന്ന ഒരു കോലത്തിലോട്ട്. പക്ഷെ എനിക്കറിയാം ഞാൻ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന്. ഇൻഷാല്ല ഞാൻ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് സെറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ഏജ് പറയുകയാണെങ്കിൽ 10ാമത്തെ വയസ്സിൽ നോർമൽ ഡ്രോയിങ് ഒക്കെ ചെയ്തു തുടങ്ങി. പിന്നെ ഒരു 10ാം ക്ലാസ് അതൊരു 17-18 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഇങ്ങനത്തെ ഡ്രോയിങ്സ് ഒക്കെ ചെയ്തു തുടങ്ങി, അതായത് ഹ്യൂമൻസിനൊക്കെ വരക്കാൻ തുടങ്ങിയത്. അടുത്തത് ജസാസ് ഗാർഡൻ. മാഷാ അല്ലാ, താത്താന്റെ ഫ്യൂച്ചർ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇൻഷാല്ല അങ്ങനെ ആവട്ടെ. എനിക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ആയാല്. കാരണം ഞാൻ ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. അപ്പൊ അത് എന്റെ ഫ്യൂച്ചറിന്റെ ഒരു ഭാഗമായിട്ട് വരികയാണെങ്കിൽ ഐ എം റിയലി ഹാപ്പി. പക്ഷെ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കാരണം എന്റെ ഫ്രണ്ട്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറെ പേർക്ക് ഒരുപാട് ടാലന്റ് ഉണ്ടായിരുന്നു. ചിത്രം വരക്കാനും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും സ്പോർട്സിലും അങ്ങനെ ഒരുപാട് കഴിവുണ്ടായിരുന്ന കുട്ടികളായിരുന്നു. അതിലൊക്കെ ഒരുപാട് ഇഷ്ടം കണ്ടെത്തിയ കുട്ടികളായിരുന്നു. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡും കുട്ടികളൊക്കെ ഫാമിലി ആയപ്പം അവരിപ്പോ അങ്ങനത്തെ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അവർക്ക് സമയം തികയുന്നില്ല. റെസ്പോൺസിബിലിറ്റി കാരണം അതിലൊന്നും ഒരു എൻജോയ്മെന്റ് കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ അതൊക്കെ ഓർത്ത് അവർക്ക് ഒരുപാട് സങ്കടമുണ്ട്. കുറെ പേര് ഫോൺ വിളിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്. സോ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഇല്ലാണ്ടില്ല. പക്ഷെ എന്റെ ലൈഫിലോ ഞാൻ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യും. ഡ്രോയിങ്ങിനോട് ഇഷ്ടം വരാൻ കാരണം ഡ്രോയിങ്ങിനോട് ഇഷ്ടം വരാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പെയിന്റും പെൻസിലും കളറുകളൊക്കെ. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് ഷോപ്പ് പോയാലാണെങ്കിലും കുറെ പെൻസിലും പെയിന്റ് ഒക്കെ കണ്ടാല് അത് വാങ്ങാനുള്ളൊരു ത്വരയൊക്കെ വരും. അതിനോട് എന്തോ പണ്ട് തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കൈ കിട്ടുന്നതൊക്കെ വെച്ച് ഓരോന്ന് ചെയ്ത് പിന്നെ അതിന്റെ ഫൈനൽ ഔട്ട്ലുക്ക് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ ഒരു ചിത്രം കാണാന്. അതിന് എന്ത് കോലത്തിൽ വരച്ചുണ്ടാക്കിയാലും കാണുമ്പോൾ ഒരു ചന്തമാണ് ഈ ചിത്രം വരച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതിൽ എനിക്ക് പ്രത്യേകിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഡ്രോയിങ്ങിനോട് ഒരു ഇഷ്ടം. അടുത്തത് റാഹത്ത് ഷിബിലി J30 ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്യോ? ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്യാട്ടോ. കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട് ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്യോന്ന് ചോദിച്ചിട്ട്. ഒന്നാമത് ചെയ്യാത്തതിന്റെ കാരണം എന്താ വെച്ചാല് എനിക്ക് സ്റ്റാൻഡ് ഇല്ല ഫോൺ വെക്കാനായിട്ട്. ഞാൻ വേണമെങ്കിൽ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇപ്പൊ കറന്റ് സ്റ്റാൻഡ് ആയിട്ട് എന്താ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്ക് ക്യാമറയിലൂടെ. അപ്പോ ഒരു പ്രശ്നം അതാണ്, ഞാൻ ഒരു കൈ കൊണ്ട് വരച്ചിട്ട് ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്തോണ്ടിരുന്ന എനിക്ക് രണ്ടിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല. എന്നാൽ കൂടി കുറെ പേര് ഇത് പ്രിന്റ് എടുക്കുകയാണോ എന്ന് ഡൗട്ട് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ക്ലിപ്സ് എങ്കിലും ഞാൻ വരക്കണതിന്റെ ഇടയിൽ എടുക്കാറുണ്ട്. പക്ഷെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഡ്രോയിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ മോസ്റ്റ്ലി ചിത്രം വരക്കാൻ എനിക്കൊരു മൂഡ് വരുന്നതും സമയം കിട്ടുന്നതും നൈറ്റ് ആയിരിക്കും, രാത്രി ആയിരിക്കും. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ അധികവും ഈ ക്യാൻഡിലിന്റെ വെളിച്ചത്തിലിരുന്നു. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു വൈബ് കിട്ടും. അങ്ങനെയൊക്കെയാണ് ചിത്രം വരക്കാറുള്ളത്. അപ്പൊ ആ സമയത്ത് ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ വലിയ ക്ലാരിറ്റിയും കിട്ടാറില്ല. പക്ഷെ എന്തായാലും ഇൻഷാല്ല ഞാനൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാട്ടോ. ഞാൻ ഇത് ഫാത്തിമ സുഹറ യൂട്യൂബ് ജേണി പറയും. യൂട്യൂബിനെ പറ്റി അങ്ങനെ ഇപ്പൊ എന്താ പറയാനുള്ളത്? യൂട്യൂബ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൊറോണ സമയത്താണ് ഈ യൂട്യൂബ് വീഡിയോസ് അധികം കാണാറുള്ളത്. അപ്പൊ ഇങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട്.
അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നമുക്കും എന്തുകൊണ്ട് തുടങ്ങിക്കൂടാം. കൊറോണ സമയത്തല്ല ഞാൻ തുടങ്ങിയത്, ഞാൻ ആക്ച്വലി ഡിഗ്രി ലാസ്റ്റ് ഇയർ ഒക്കെ എത്തിയപ്പോഴാണ് തുടങ്ങുന്നത്. അപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാരും ഉള്ളത് കൊണ്ട് ഓണം പോലെയുള്ള ഫോൺ വെച്ച് നമുക്ക് തുടങ്ങാം, നമ്മുടെ ഇഷ്ടമാണല്ലോ, നമ്മളെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ന രീതിയിൽ ഞാൻ എന്നെ തന്നെ പലതും പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് ഇതിലോട്ട് ഇറക്കിയത്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങണത്. ഇതിലിപ്പോ എഡിറ്റിംഗ് നമ്മൾ ചെയ്യണം, ക്യാമറമാനെ നമ്മളാവണം, എല്ലാം നമ്മളാണല്ലോ ആവേണ്ടത്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ വീഡിയോ മാത്രമേ എടുക്കുമായിരുന്നുള്ളൂ. നൗറാന്റെ ഇതൊക്കെയാണ് സ്കിറ്റും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനത്ര വ്യൂസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ കുടുംബക്കാരുടെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നൗറയാണല്ലോ ചെറിയ കുട്ടിയിരുന്നോളന്ന്, അപ്പൊ എല്ലാരും ഇങ്ങനെ അടിപൊളി കണ്ട് കൈയടിക്കും. അങ്ങനെ അത് വ്യൂസ് ഒക്കെ കയറാതായപ്പോ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസ്, ചെറിയ കുട്ടി കുട്ടി വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇട്ടപ്പം അതിങ്ങനെ ഷോർട്സ് ഒക്കെ കുഴപ്പമില്ലാതെ ഇങ്ങനെ 1K, ഒരു 500, 800 അങ്ങനെ ഒരു ലെവലിൽ വ്യൂസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത് ചെയ്യാം, ഇതാണ് കുറച്ചും കൂടി കയറുന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ട് വോയിസ് ഓവർ കൊടുക്കുകയല്ലേ, അപ്പൊ എന്തായാലും പാടും, നമുക്കിത് ചെയ്ത് ശീലമല്ലോ. അപ്പൊ ഞാൻ പല പൊട്ടത്തരങ്ങളും വിളിച്ച് പറയും. എന്നിട്ട് എന്റെ ഫാമിലിയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അവരിത് പറഞ്ഞ് എന്നെ കളിയാക്കുക. ഇനിയിപ്പോ കോളേജിലാണെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ മറ്റേ വലിയ ഇതുണ്ടല്ലോ സ്ക്രീന്, അതിലിത് എന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്നെ പറഞ്ഞ് കളിയാക്കുക. അങ്ങനെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. മീൻസ് ഓരോ നോർമൽ തമാശ രീതിക്ക് ഇങ്ങനെ പറയണേ, അങ്ങനെ വലിയ കുത്തി കുത്തി പറയുന്നല്ല. എന്നാലും എന്റെ ഇൻസ്റ്റയിൽ എനിക്ക് ചെറിയൊരു വിഷമൊക്കെ വന്നു തുടങ്ങി, അയ്യോ എന്നുള്ളൊരിത്. പക്ഷെ കുറേ സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോ എനിക്കിങ്ങനെ ചെറിയൊരു വിഷമമൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ എന്റെ ഉമ്മ ഭയങ്കര സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ. ഉമ്മ എങ്ങനെയാന്ന് വെച്ചാല് എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഒരാളോട് പറയാൻ മടിയാ, എനിക്ക് ഇങ്ങനെ 50 സബ്സ്ക്രൈബേഴ്സ് ആണ്. പക്ഷെ എന്റെ ഉമ്മ എങ്ങനെയാന്ന് പറയാ, അവർക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 50 പേര് അവളെ വീഡിയോ കാണുന്നുണ്ട്. ഉമ്മ ആ ഒരു മൈൻഡിലാണ് പറയാ. അപ്പൊ അതൊക്കെ കൂടി കണ്ടപ്പോ എന്റെ കോൺഫിഡൻസ് വീണ്ടും കയറി തുടങ്ങി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കോളേജൊക്കെ പൂട്ടി വെക്കേഷൻ ഒക്കെ ആയപ്പോ ഇനിയിപ്പോ ആരും വീട്ടിൽ വന്ന് കളിയാക്കൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ ഒക്കെ പിന്നെ ഇട്ടു തുടങ്ങി. കുറച്ച് വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് കോൺഫിഡൻസ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, വീണ്ടും നമ്മളെ ഫേസ് ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ വൻ ശോഭമായിരുന്നു, എന്നാലും ഞാൻ കുഴപ്പമില്ലാതെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഇതിങ്ങനെ പോവുക. അപ്പൊ എന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് തുടങ്ങുന്നു, നാളെ 1K വ്യൂ അടിക്കുന്നു, മറ്റന്നാൾ 10K വ്യൂസ് ആവുന്നു, പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവുന്നു. മോണിറ്റൈസേഷൻ എത്ര 3 ടാസ്ക് ഉണ്ട് എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ തുടങ്ങിയപ്പോഴാണ് അറിയണത് സാധനം കുറച്ച് സമയം എടുത്ത് ക്ലിക്ക് ആയാലേ കാര്യമുള്ളൂ, അല്ലാതെ നമ്മൾ വിചാരിച്ച പോലെ ഇന്നിട്ടാ നാളത്തേക്ക് സാധനം റെഡി ആവില്ലാന്ന്. അങ്ങനെ ഞാൻ കുറെ മെനക്കെട്ട് മറിഞ്ഞിട്ടും ഇത് പ്രത്യേകിച്ച് ഒരു പച്ചയൊന്നും പിടിക്കണില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് നിർത്താം, ഇത് എന്നെ കൊണ്ട് പറ്റിയ പണിയല്ലാന്ന് വിചാരിച്ച് നിർത്താൻ ഞാൻ മനസ്സിൽ വിചാരിച്ചതിന്റെ പിറ്റേ ദിവസം എന്റെ ഒരു വീഡിയോ 1 മില്യൺ അടിച്ചു. അത് ഞാൻ ഈ നമ്മുടെ തോട്ടത്തിൽ നിന്ന് പച്ചക്കറി എന്തോ പറിക്കുന്നു, ഉമ്മാന്റെ അടുക്കള തോട്ടത്തിൽ നിന്നൊക്കെ കുറച്ച് പച്ചക്കറിയൊക്കെ പറിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അത് 1 മില്യൺ അടിച്ച് അതിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി കുറച്ച് കമന്റ് ഒക്കെ വന്നു തുടങ്ങിയപ്പോ ഞാൻ കുറച്ച് റാങ്കായി. 1 മില്യൺ ഒക്കെ ഒരു വീഡിയോ അടിച്ചു. പിന്നെ മറ്റേ ഇപ്പം പറഞ്ഞ പോലെയാണ്, പിന്നെ ഞാൻ കുറച്ച് സെലിബ്രിറ്റി ആയി ഞാൻ എന്നെ തന്നെ പറഞ്ഞ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ നിർത്താന്ന് വിചാരിച്ചിരുന്ന് പിന്നെ ഞാൻ എന്തായി, നിർത്തിയില്ല. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറിയല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും വീഡിയോ ഇട്ടു തുടങ്ങി. അന്നൊക്കെ എന്റെ അടുത്ത് ഈ 10,000 ഒരു ഓപ്പോ ഫോൺ ആയിരുന്നു, വലിയ ക്ലിയർ ഉള്ള ഫോണൊന്നും ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വീണ്ടും ഞാൻ ഇട്ടു തുടങ്ങി. പഴയതുപോലെ തന്നെ ഈ ഗ്രാഫ് പോലെ കുറെ ഇങ്ങനെ കയറി വന്നിട്ട് വീണ്ടും തീരെ വ്യൂസ് ഇല്ലാത്ത പോലെ തന്നെയായി. വിചാരിച്ച പോലെ മോണിറ്റൈസ് ആക്കാനൊന്നും എന്നെ കൊണ്ട് ആവണില്ല. അപ്പൊ ഞാൻ വീണ്ടും വിചാരിച്ചു ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അങ്ങനെ ഞാൻ വിചാരിച്ചതിന്റെ പിറ്റേ ദിവസം എന്റെ ഒരു വീഡിയോ 4 മില്യൺ അടിച്ച്. ഞാനും നൗറയും കൂടി ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ 4 മില്യൺ അടിച്ച്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, യൂട്യൂബിന് ഞാൻ ഇവിടുന്ന് പോണത് ഇഷ്ടമല്ല തോന്നുന്നുണ്ട്. ഞാൻ പോവാൻ നിൽക്കുമ്പോൾ പോവാതിരിക്കാനുള്ള ഒരു കാരണങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നോണ്ടിരിക്കുന്നു. അങ്ങനെ 4 മില്യൺ ഒക്കെ അടിച്ച് കുഴപ്പമില്ലാതെ ഇങ്ങനെ ഒരു 7K, 5K, ഒരു 6K അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോൾ വീട്ടില് ബാക്കിയുള്ളവർക്കും കുറച്ച് ഇങ്ങനെ ഓക്കെ കൊച്ചി എന്തൊക്കെയോ കാണിച്ചത് കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ വന്നപ്പോൾ ബാക്കിയുള്ളവരും ചെറുതായിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. പണ്ട് കളിയാക്കിയ ആളുകളൊക്കെ മാറി തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പാനോട് പോയിട്ടാണ്, ഉപ്പ ഫോൺ ശരിയില്ല, അതാണ് വീഡിയോ ഒന്നും ഇപ്പൊ കയറാത്തത്, അപ്പൊ എനിക്ക് പുതിയ ഫോൺ വാങ്ങി തരുവച്ച്. പക്ഷെ എന്റെ ഉപ്പ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്. മീൻസ് നമ്മളൊരു ചിത്രം വരക്കുകയാണെങ്കിൽ അതിന് പെൻസിൽ വാങ്ങാനും പേപ്പർ വാങ്ങാനൊക്കെ പൈസ ചോദിച്ചാൽ ഉപ്പ അങ്ങനെ ഇല്ല വാങ്ങണ്ട അതൊന്നും ചെയ്യണ്ടെന്നൊന്നും പറയില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പൈസ വെച്ച് ഉപ്പ വേഗം തരും. ആവശ്യമില്ലാതെ കുറെ ഡ്രസ്സ് എടുക്കട്ടെ, മുട്ടായി വാങ്ങട്ടെ, അത് എന്നിട്ട് അങ്ങനത്തെ ചോദിച്ചാലാണ് ഉപ്പ തരാതിരിക്കുക. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, മുട്ടായി വാങ്ങണമെങ്കിൽ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഉപ്പ ഡ്രോയിങ്ങിന് കുറച്ച് കളർ വാങ്ങണം, പൈസ ഇരുന്ന് ഉപ്പ പൈസ തരും, ആ പൈസക്ക് നമ്മൾ പോയിട്ട് മുട്ടായി വാങ്ങും. അങ്ങനെയൊക്കെ ഞാൻ കുറെ ഉപ്പാനെ പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ ഉപ്പാനോട് ഇങ്ങനെ ഫോൺ അയച്ചപ്പോ പറഞ്ഞു ശരി എന്നാ ഒരു ഫോൺ എടുത്തു തരാം. ഇനിയിപ്പോ ഫോൺ ഇല്ലാത്തതുകൊണ്ട് എന്റെ മോക്ക് ഇനി അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഫോൺ എടുക്കാൻ വേണ്ടി പോയി ഈ ഫോൺ എടുത്തത്. ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഈ ഫോണ്. അങ്ങനെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നീട് എടുത്തു തുടങ്ങിയത് ഇതിലായിരുന്നു. അപ്പൊ കുഴപ്പമില്ലാതെ ക്ലാരിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോയി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ പോയി പെട്ടെന്ന് ഒരു ദിവസം എന്റെ ഒരു ലോങ് വീഡിയോ കയറി, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി. അപ്പൊ എനിക്ക് പിന്നെ കുറച്ച് ഇതായി. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തായാലും എനിക്ക് വേണ്ടി ഉപ്പ ഫോൺ എടുത്തു തന്നു, അപ്പൊ ആ ഫോണിന്റെ പൈസയെങ്കിലും എനിക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കി ഉപ്പാക്ക് തിരിച്ചു കൊടുക്കണം, എന്നിട്ടേ ഞാൻ ഈ ചാനൽ ഇനി വിടുള്ളൂ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണം നമ്മൾ പിന്നെ ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇങ്ങനെ വ്യൂസും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വലിയ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ് വലിയ കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ എന്റെ ഉപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മുട്ടുവിൻ തുറക്കപ്പെടും. അതായത് നമ്മളൊരു കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഇറങ്ങി തിരിഞ്ഞു പോവാൻ നിൽക്കരുത്. നമ്മൾ വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കുക. അവസാനം ശല്യം സഹിക്കാൻ പറ്റാണ്ടാണെങ്കിലും ഒരു വാതിൽ ആരെങ്കിലും ഒക്കെ തുറന്നു തരും. അടുത്തത് അതേ അക്കൗണ്ട് തന്നെ അല്ല, റാഹത്ത് ഷിബിലി എന്ന് പറഞ്ഞ അക്കൗണ്ട് തന്നെയാണ്. എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്യാൻ പഠിച്ചത്? ഞാന് നമ്മള് ഇപ്പൊ ഇങ്ങനെ ഹ്യൂമൻസിന്റെ ഒക്കെ ഡ്രോയിങ് ആണെങ്കിൽ നമ്മൾ ഗ്രിഡ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. കുറെ പേര് ഗ്രിഡ് യൂസ് ചെയ്യാതെ വരക്കുന്നതുകൊണ്ടാണ് ഔട്ട്ലൈൻ പെർഫെക്റ്റ് ആവാത്തത്. അപ്പൊ നമ്മൾ പ്ലേ സ്റ്റോറിൽ നോക്കിയിട്ട് അത് പഠിക്കുക. അപ്പൊ ഗ്രിഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ആദ്യത്തതൊന്നും ശരിയാവൂല. അത് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മളെ ഔട്ട്ലൈൻ കറക്റ്റ് ആയിട്ട് വരും. ഔട്ട്ലൈൻ ഏകദേശം കറക്റ്റ് ആയാലും നമ്മളുടെ പിക്ചറിന്റെ ഒരു 50% ഓക്കെ ആയി എന്നാണ് അർത്ഥം. കാരണം ഔട്ട്ലൈൻ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഷെയ്ഡിങ് പരിപാടികളാണ്, ബാക്കി 50% എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ഗ്രിഡ് യൂസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഷെയ്ഡിങ്ങും കാര്യങ്ങളും അതിന് നല്ല നല്ല പെൻസിലുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. അത് ഏതൊക്കെയാന്നുള്ളതൊക്കെ നോക്കി പിന്നെ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് യൂട്യൂബിലുണ്ട്. അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. @റിലുവാന ബിവി ചേച്ചി, സിസ്റ്റർ നെയിം ആൻഡ് യുവർ ഫേവ് യൂട്യൂബ് ചാനൽ നെയിം. ഐ ആം യുവർ ബിഗ് ഫാൻ. താങ്ക് യു ഡാ. എന്റെ സിസ്റ്ററിന്റെ പേര്, എന്റെ സിബ്ലിങ്സിന്റെ പേര് പറഞ്ഞു തന്നില്ലല്ലേ. എന്റെ തൊട്ട് താഴെയുള്ള അനിയന്റെ പേര് മുഹമ്മദ് അജ്മൽ എന്നാണ്. ഓന് ഡിഗ്രി സെക്കൻഡ് ഇയർ ഇപ്പൊ കംപ്ലീറ്റ് ആവാനായി, അതിന്റെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അനിയത്തിന്റെ പേര് വന്നിട്ട് നൗറ എന്നാണ്. അതിന് തുമ്പും വാലൊന്നും ഇല്ല കേട്ടോ. ഓള് വന്നിട്ട് ഇപ്പം 8ാം ക്ലാസ്സിലോട്ടേക്ക്, 7ാം ക്ലാസ് കഴിഞ്ഞു 8ാം ക്ലാസ്സിലോട്ടേക്കാണ്. പിന്നെ എനിക്ക് അതിന്റെ തൊട്ട് താഴെ ഒരു അനിയനും കൂടി ഉണ്ട്. ഓന്റെ പേര് വന്നിട്ട് നവീദ് റഹ്മാൻ എന്നാണ്. ഓൻ UKG കഴിഞ്ഞു, ഇനി 1ാം ക്ലാസ്സിലോട്ട്. അടുത്തത് റാഹത്ത് ഷിബിലി തന്നെ, എങ്ങനെ ഒരു ഡ്രോയിങ് നീറ്റ് ആയിട്ട് വരക്കാം? ഡ്രോയിങ് നീറ്റ് ആയിട്ട് വരക്കാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രിഡ് യൂസ് ചെയ്തിട്ട് വരക്കുക. പിന്നെ ഒരുപാട് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്തും വരക്കുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ലൈറ്റ് ആയിട്ട് വേണം പെൻസിൽ കൊണ്ട് വരക്കാനായിട്ട്. ഒന്നായിട്ട് കട്ടിയാക്കി കറുപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ അത് എറേസ് ചെയ്ത് കഴിഞ്ഞാലും വൃത്തിയിൽ മായത്തില്ല. അപ്പൊ ഗ്രിഡ് ആണെങ്കിലും ഔട്ട്ലൈൻ ആണെങ്കിലും ആദ്യം ഒന്ന് നൈസ് ആയിട്ട് വരക്കുക. സെറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കുക. നല്ല പെൻസിലുകൾ യൂസ് ചെയ്യുക, നല്ല പേപ്പേഴ്സ് യൂസ് ചെയ്യുക. അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ChatGPT ജെമിനിയോടെ ചോദിച്ചാൽ മതി, അവർ തന്നെ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് തരും. അപ്പൊ അതിനനുസരിച്ചുള്ള പെൻസിലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഡ്രോയിങ് നീറ്റ് ആയിട്ടിരിക്കും, ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതായിട്ടിരിക്കും. നമ്മുടെ മേശ വൃത്തിയേടാവും, കൈ വൃത്തിയേടാവും, പക്ഷെ ഡ്രോയിങ് നല്ല നീറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അടുത്തത് @malala04 എങ്ങനെയാണ് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തത്? പിന്നെ എങ്ങനെയായിരുന്നു ജേർണി? കഷ്ടപ്പാടുണ്ടായിരുന്നോ? വരക്കാൻ എത്ര ഹവർ എടുക്കും ഒരു ഡ്രോയിങ് ഫിനിഷ് ചെയ്യാൻ? എന്റെ അമ്മോ, കുറെ ചോദ്യങ്ങളുണ്ടല്ലോ. എങ്ങനെയാണ് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തത്? അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എങ്ങനെയായിരുന്നു ജേർണി? കഷ്ടപ്പാടുണ്ടായിരുന്നോ വരക്കാൻ? വരച്ച് പഠിക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. കാരണം ഒരു കാര്യം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതൊരു കാര്യം കുറച്ച് കഷ്ടപ്പെട്ട് നമ്മൾ കുറച്ച് ടൈം എടുത്ത് അതിനുവേണ്ടി കുറച്ച് എഫേർട്ട് ഇട്ടാലേ ഏതൊരു കാര്യത്തിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അല്ലാതെ വീട്ടിൽ നിന്ന് സപ്പോർട്ടിന് ഒരു കുറവുണ്ടായിരുന്നില്ല. എനിക്ക് പേന വേണമെന്ന് പറയുമ്പോൾ പേന വാങ്ങിത്തരാനും പെൻസിൽ വേണമെന്ന് പറയുമ്പോൾ പെൻസിൽ വാങ്ങിത്തരാനും ഒക്കെ എന്റെ പാരന്റ്സ് റെഡി ആയിരുന്നു. അത് എനിക്കെന്നല്ല, ഞങ്ങളുടെ വീട്ടിൽ ആർക്ക് എന്ത് ടാലന്റ് ഉണ്ടെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിലും അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള എന്ത് ഹെൽപ്പും എന്റെ ഉമ്മയും ഉപ്പയും ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ എത്ര ഹവർ എടുക്കും ഒരു ഡ്രോയിങ് ഫിനിഷ് ചെയ്യാൻ? എന്റെ ഡ്രോയിങ് വരാന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ഇരിപ്പിൽ കംപ്ലീറ്റ് ചെയ്യൂല. അതുകൊണ്ട് എക്സാക്ട് എത്ര ഹവർ എടുക്കും എന്ന് എനിക്ക് അറിയില്ല. ഞാനിപ്പോ ഇരുന്നാല് കുറച്ച് ടൈം എടുക്കും, ഒരു 1 ഹവറെങ്കിലും എടുക്കും എന്റെ ഒരു ഔട്ട്ലൈൻ വരച്ചു തീർക്കാനായിട്ട്. 1 ഹവർ അല്ലെങ്കിൽ 2 ഹവർ ഒക്കെ എടുക്കും. കാരണം എന്റെ ഔട്ട്ലൈൻ കറക്റ്റ് ആയി കിട്ടാനാണ് എനിക്ക് കുറച്ച് പാട്. അപ്പൊ അത് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ആക്കിയാലും ഞാനത് അവിടെ വെച്ചിട്ട് പിന്നെ എന്റെ പണി നോക്കി പോകും. പിന്നെ എനിക്ക് ഒരു ദിവസം കഴിയാതെ ആ ഡ്രോയിങ്ങിലോട്ട് ഇരിക്കാൻ പറ്റില്ല, എനിക്ക് അത്രയും മടിയാണ്. പിന്നെ അത് സമയമൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ അടുത്ത കളറിങ്ങിന് ഇരിക്കുക. സ്റ്റെൻസിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല, ബാക്കിയുള്ള സ്പേസ് ഒക്കെ നമ്മൾ പെന്ന് വെച്ചിട്ട് ഫില്ല് ചെയ്താൽ മതി. അപ്പൊ അതിന് ഏകദേശം ഒരു 1 ഹവർ മതിയാവും, അതിന്റെ ധാരാളമാണ്. പക്ഷേ പെൻസിൽ ഡ്രോയിങ് ഞാൻ ചെയ്യാറുണ്ട്, അതിന് അത്യാവശ്യം സമയം എടുക്കും. എനിക്ക് ഒരു 2 ഹവർ ഒക്കെ എടുക്കും. കാരണം 2 ഹവർ അല്ല, 3 ഹവർ 4 ഹവർ ഒക്കെ എടുക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതില് അത്ര അങ്ങോട്ടേക്ക് ഇതില്ല ഷെയ്ഡ് ചെയ്യണേല്. അപ്പൊ അത് ഒന്ന് സെറ്റ് ആയി വരാൻ കുറേ സമയം എടുക്കാറുണ്ട് എനിക്ക്. അമ്മോ, സംസാരിച്ച എന്റെ തൊണ്ടയിലെ വെള്ളം വെക്കും. എനിക്ക് ഞാൻ കുറേ നേരം സംസാരിക്കുമ്പോഴേ. ഓക്കെ, അടുത്തത് @മുഹ്സിന ജിനീഷു, വീട് എവിടെയാണ്? അത് ഞാൻ പറഞ്ഞു. ജുബിലി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓർ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞു? അതും ഞാൻ പറഞ്ഞു, എന്റെ പഠിപ്പ് കഴിഞ്ഞു. അടുത്തത് ആദ്രാസ് വേൾഡ്, ചേച്ചി അടുത്ത വീഡിയോയിൽ എന്നെ വരക്കാമോ? ട്രൈ ചെയ്യാട്ടടാ. @ഷംസീർ PG4G, ചേച്ചിയുടെ ഫാമിലിയെ പരിചയപ്പെടുത്താമോ പ്ലീസ്? ഫാമിലി ഞാൻ നേരത്തെ പരിചയപ്പെടുത്തില്ല. അടുത്തത് @ആദ്രാസ് വേൾഡ് 1 2 3, ഏജ് എത്രയാ? ഞാൻ പറഞ്ഞു 23. ഷിബി വ്ളോഗ്
ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണ് അതും ഞാൻ പറഞ്ഞു. അൽഫിയ, ഇത്ത ഹനാൻകാടെ ഗ്യാങ്ങിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ കോളേജ് ഡേക്ക് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഹനാൻ ഖാനും ഗ്യാങ്ങിനെ ആയിരുന്നു. പക്ഷെ അന്ന് ഈ നിഹാൽക്ക, സൽമാൻ ഖാൻ അങ്ങനെ അവരൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അതുപോലെ ഇവരുടെ ട്രൂപ്പും അത്ര ഫേമസ് ആയിരുന്നില്ല. ഫേമസ് ആയിരുന്നു, പക്ഷെ ഇപ്പത്തെ അത്രയും പോപ്പുലർ അല്ല. സോ ഹനാൻക ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കെ പി ചേട്ടൻ, ഫാത്തിമ, പിന്നെ നമ്മുടെ നൂറമോള് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റീൽ ഉണ്ടായിരുന്നു, ഈച്ചു ഉണ്ടായിരുന്നു, ജിംഷാദ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുറച്ച് ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് കണ്ട് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മഞ്ഞ കളർ ഡ്രസ്സായിരുന്നു ഞാൻ അന്ന് ഇട്ടത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം അതിലെടുത്ത് അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ ഹനാൻ ഖാന്റെ ഗ്യാങ്ങിന് കുറച്ച് പേരൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ജമീല 7917 ഫാമിലി മെമ്പേഴ്സ് ഞാൻ പറഞ്ഞു ഗൈസ്. മുഹമ്മദ് ഷഹീം, എത്രയിലാ പഠിക്കുന്നത്? പഠിപ്പ് കഴിഞ്ഞു. മുജീബ് റഹ്മാൻ, ഇത്താന്റെ ഏജ് എത്രയാണ്? പറഞ്ഞു. ഇഷാനി ഇനു, താത്ത ഈ പ്രൊഫൈൽ കാണുന്ന പിക്ചർ വരക്കാമോ പ്ലീസ്? നോക്കാട്ടോ. രൈഷ, എത്രയിലാ പ്ലേസ് എവിടെ? പിന്നെ സിബ്ലിങ്സ് ഉണ്ടോ? PG കഴിഞ്ഞു. പ്ലേസ് തമിഴ്നാട്ടില്. സിബ്ലിങ്സ് ഉണ്ട് ഗൈസ്. റിനു റിയ, ഇത്താക്ക് എത്ര ഏജ്? ചിത്രം വരക്കാനൊക്കെ ഇത്താനെ ഫാമിലി പ്രോത്സാഹനം മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. തസ്നി മജു, ഇത്ത കമ്മിറ്റഡ് ആണോ? കമ്മിറ്റഡ് അല്ല. ഇത് റാഹത്ത് ഷിബിലിന് കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഏജ് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്യാൻ പഠിച്ചത്? അതും ഞാൻ പറഞ്ഞു. കുറെ പേര് എന്നോട് ചോദിച്ചു ഓൺലൈൻ ക്ലാസ് വല്ലതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോന്ന്. ഞാൻ ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്നെ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കാനാണെങ്കിൽ നമ്മൾ 4 ആൾക്കാരെ സമീപിച്ചാൽ മതി. ഒന്ന് പിൻട്രസ്റ്റിൽ ഒരുപാട് റെഫറൻസ് ഉണ്ട്. അതായത് ഞാൻ ഫസ്റ്റിൽ തന്നെ പഠിച്ചത് ഒരാളുടെ മുഖം നോക്കി വരക്കാനല്ല. ആദ്യം ഞാൻ പഠിച്ചത് ഒരു മൂക്ക് എങ്ങനെയൊക്കെ വരക്കാം, ആ മൂക്ക് എങ്ങനെയൊക്കെ ഷെയ്ഡ് ചെയ്യാം, അതേപോലെ തന്നെ കണ്ണ് എങ്ങനെ വരക്കാം, അതിന്റെയൊക്കെ കുറെ ട്യൂട്ടോറിയൽ നമ്മുടെ പിൻട്രസ്റ്റിലും അതുപോലെ തന്നെ യൂട്യൂബ്. രണ്ടാമത്തെ ആള് യൂട്യൂബാണ്. യൂട്യൂബിലും ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്. പൈസ കൊടുത്തിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞുതരും. ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ബിഗിനിങ്ങിൽ എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് പറഞ്ഞുതരും. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റ് പറഞ്ഞുതരാനൊന്നും ആളുണ്ടാവില്ല. നമ്മൾ ഓരോന്നോരോന്ന് നോക്കിയും തെരഞ്ഞും കണ്ടുപിടിച്ചാണ് പഠിക്കാനായിട്ട്. ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ യൂട്യൂബിലുണ്ട് കുറെ വീഡിയോസ്. പിന്നെ ജെമിനി, ChatGPT നമുക്ക് യൂസ് ചെയ്യേണ്ട പെന്ന്, പെൻസില് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. അവർ നല്ല സാധനങ്ങൾ അവരെന്നെ പറഞ്ഞുതരും. ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഡ്രോയിങ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡ്രോയിങ് ചെയ്യാനുള്ള മൂഡിലായിരിക്കണം. അല്ലാതെ കുറെ കച്ചറ ഉണ്ടാക്കി മോന്തയെ വെറുപ്പിച്ച് മനസ്സിനൊരു സന്തോഷമൊന്നും ഇല്ലാതെ ഡ്രോയിങ് ചെയ്യാനിരുന്നാൽ അത് നന്നാവും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു മൈൻഡിൽ വേണം ചിത്രം വരക്കാനിരിക്കാൻ. അതുപോലെ തന്നെ അതിന്റെ പ്ലേസും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കാമായിട്ട് പ്രത്യേകിച്ച് അലമ്പൊന്നും ഇല്ലാതെ കാണാൻ ഒരു ഭംഗിയുള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് ചിത്രം വരക്കുമ്പോൾ നമുക്കും മനസ്സിനൊരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അല്ലാതെ കുറെ കച്ചറയും പിച്ചറൊക്കെ ഉള്ളവരെ സൗണ്ടും ഒച്ചപ്പാടും ഒക്കെ ഉള്ള സ്ഥലത്ത് പോയിരുന്ന് വരക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ അത്ര ഒരു ഓക്കെ ഫീൽ ഒന്നും ഉണ്ടാവില്ല. നല്ല പേപ്പർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഒരുപാട് ഷീറ്റുകൾ ഇപ്പൊ ഉണ്ട്, അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നല്ല ക്യാൻവാസിന്റെ ഷീറ്റ്, ക്യാൻവാസിന്റെ ബോർഡ്, പേപ്പർ ക്യാൻവാസ്, പിന്നെ നല്ല ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രോയിങ് ബുക്കുകൾ. അപ്പൊ നല്ലത് നോക്കിയിട്ട് മേടിക്കുക. അതുപോലെ തന്നെ പെൻസിലുകളും ഉണ്ട്, നല്ല നല്ല പെൻസിലുകൾ. അതായത് ഇപ്പൊ 2B, HB, 4B അങ്ങനെയൊക്കെ വരുന്ന നമ്മളെ ഷെയ്ഡിന്റെ ഇതൊക്കെ വരുന്ന അങ്ങനത്തെ പെൻസിലുകൾ ഉണ്ട്. അത് മേടിക്കാനായിട്ട് ട്രൈ ചെയ്യാം. അതാവുമ്പോൾ ഷെയ്ഡിങ്ങിൽ ഇപ്പൊ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ചെയ്യാനൊരു പെൻസിൽ, ലൈറ്റ് ഷെയ്ഡ് ചെയ്യാനൊരു പെൻസിൽ, പിന്നെ അതൊക്കെ പഠിച്ചതിന് ശേഷം ചാർക്കോൾ യൂസ് ചെയ്ത് ചെയ്യുന്നതുണ്ട്. അതൊക്കെ ആവുമ്പോൾ നല്ല ഫിനിഷിംഗ് കിട്ടും, ഒരു 3D എഫക്ട് കിട്ടും. ബട്ട് ഞാൻ ചാർക്കോൾ യൂസ് ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല ഡ്രോയിങ്, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അധികം അറിവില്ല. പക്ഷെ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ. സ്റ്റെൻസിൽ ആർട്ട് ആണെങ്കിൽ തന്നെ നല്ല ക്യാൻവാസിന്റെ ഒക്കെ പേപ്പർ എടുക്കുക, കുറച്ച് കട്ടിയുള്ള പേപ്പർ. പിന്നെ അതുപോലെ തന്നെ പെന്ന്, ഞാൻ വേണമെങ്കിൽ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന പെന്ന് മെൻഷൻ ചെയ്യാം. ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അത് കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല പെന്നാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ ഉണ്ട്. ഇപ്പൊ ഞാനത് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ഞാനത് വാങ്ങാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അതാകുമ്പോൾ എന്താ വെച്ചാല് അതും കൂടി അടിച്ചു കൊടുത്താൽ കുറെ കാലം അതെന്താകും, കേടുകൂടാതെ ഇരിക്കും ഫ്രെയിം ഒക്കെ ചെയ്യുന്ന സമയത്ത്. അയ്യോ കഴിയാനായി. അടുത്തത് ഫ്രീ ഡ്രോയിങ് ക്ലാസ്. ഹലോ, എനിക്ക് ഒന്നാമത്തെ കാര്യം എങ്ങനെ ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. അതാണ്, എനിക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അടുത്തുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കി പറഞ്ഞു തരും. ഈ വീഡിയോ കൂടെ എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. അതാണ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളൊരു ഐഡിയയും കൂടി എനിക്ക് കിട്ടാത്തത്. പക്ഷെ ഞാൻ നോക്കട്ടെ, ഞാനൊരു 7 days ഒക്കെ പോലെ എങ്ങനെയും പറ്റിയാൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു ക്ലാസ് നിങ്ങൾക്ക് എടുത്തരാനായിട്ട് ഞാൻ നോക്കാം കേട്ടോ. അടുത്തത് @ആതിരാസ് വേൾഡ്. ചേച്ചി, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഇല്ല. ചേച്ചിയുടെ യൂട്യൂബിനെ പറ്റി പറയാമോ? എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാല്, ഒന്നാമത്തെ കാര്യം കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഇടുക.
അപ്പൊ എനിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വ്യൂസ് ഇല്ലാന്ന്. ഇപ്പോഴും എന്റെ പല വീഡിയോക്കും വലിയ വ്യൂസ് ഒന്നും ഇല്ല. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടുവിൻ തുറക്കപ്പെടും, അങ്ങനെ ഇട്ടോണ്ട് നിൽക്കുക. അവസാനം സഹിക്കാൻ പറ്റാതാണെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മളങ്ങ് കയറ്റി വിടും. അപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക. വീഡിയോ യൂട്യൂബിൽ വ്യൂസ് കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്ന് പറഞ്ഞിട്ട് പാതി വഴിയിൽ നിർത്തി പോവാതിരിക്കുക. എന്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരുണ്ട്. അവരൊക്കെ വ്യൂസ് കുറവാണ്, വീഡിയോ കയറുന്നില്ല എന്നാണ് നിർത്തി പോയവരാണ്. ഞാൻ നിർത്താതെ പോയത് കൊണ്ടാണ് ഇവിടെ വരെയെങ്കിലും എത്തിയത്. ഒന്നാമത്തെ കാര്യം ഇത്. രണ്ടാമത്തെ കാര്യം, ഫോണ് കുറച്ച് ക്ലാരിറ്റി ഉള്ളതാണെങ്കിലാണ് മറ്റുള്ളവർക്ക് വീഡിയോ കാണുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവുക. പക്ഷെ ഞാൻ പറയുമ്പോൾ അത്യാവശ്യം ഒരു ഗ്രോത്ത് ആയതിനു ശേഷം നമ്മളൊരു ഫോൺ നല്ലത് എടുക്കാനായിട്ടൊക്കെ നോക്കിയാൽ മതി. അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനൊക്കെ ഇപ്പൊ ചെറുതും തന്നെയാണ് തുടങ്ങിയത്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ പഠിക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര പ്രോമാക്സ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയണമെന്നില്ല. ഇപ്പൊ ഞാനും വലിയ പ്രോ ആയിട്ടൊന്നുമില്ല എഡിറ്റ് ചെയ്യണത്. പക്ഷെ എന്നാലും മറ്റുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. അതിന് ബെറ്റർ ആയിട്ട് ക്യാപ് കട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇൻഷോട്ട്, VN, ഈ പറഞ്ഞ 3 ആപ്പുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈറ്റില്, അതായത് തംബ്നെയില്, അത് കുറച്ച് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അപ്പൊ അത് കുറച്ചും കൂടി അതിന് നല്ല ബെസ്റ്റ് ടെംപ്ലേറ്റ് ഒക്കെ ഉള്ളത് ക്യാൻവ എന്നിട്ടുള്ള അതിലാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നല്ല ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, അടിപൊളിയായിട്ട് സംസാരിക്കുക, മറ്റുള്ളവരെ ബോറടിപ്പിക്കാത്ത രീതിയിൽ. അപ്പൊ നിങ്ങൾ പറയും ഞാൻ ബോറടിപ്പിക്കുന്നത്, അങ്ങനെയൊന്നും പറയരുത് ഗൈസ്. പിന്നെ നമ്മുടെ പലതരം വീഡിയോസ് ഇടുമ്പോഴും ഏതെങ്കിലും ഒരു കാറ്റഗറി അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നത് ഉണ്ടാവും. അത് ഏതാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ വീഡിയോസ് കുറച്ച് അധികമായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുക, അവരെ കൂടുതലും ശ്രദ്ധിക്കുക, അവരെ ബോറടിപ്പിക്കാതിരിക്കുക, അവരെ മൈൻഡ് ആക്കാതിരിക്കുക എന്നുള്ള തോന്നൽ അവർക്ക് വരാതിരിക്കുക. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ChatGPT-യിലും ജെമിനിയിലും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ വീഡിയോക്ക് പറ്റിയിട്ടുള്ള നല്ല നല്ല ഹാഷ് ടാഗുകളും അതേപോലെ തന്നെ നമ്മുടെ എന്തൊക്കെ പറയാ ടാഗും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഇത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പം എനിക്ക് വ്യൂസ് കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്നിട്ട് പാതിയിൽ നിർത്താതിരിക്കുക. കണ്ടിന്യൂ ആയിട്ട് എന്തായാലും പോയിക്കോ, സപ്പോർട്ട് ഉണ്ടാവും. അടുത്തത് ഒരു ലോഡ് ഉണ്ട്. 10 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഒരാള്. പേര് വന്നിട്ട് സജിത P എന്നാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എപ്പോഴാണ് ആദ്യമായിട്ട് ചിത്രം വരച്ചു തുടങ്ങിയത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 4ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയം, അല്ല 5ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരെങ്കിലും ഇതിന് പ്രചോദനമായിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു, 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് സൂരജ് എന്ന് പറയും, അവന് എനിക്കൊരു പ്രചോദനമായിട്ടുണ്ട്. അവൻ്റെത് കണ്ടിട്ടാണ് ഇത് വരക്കണം എന്നുള്ള ആഗ്രഹം പോലും എനിക്ക് വരുന്നത്, അല്ലാതെ വേറെ ഒരു ചിത്രകാരതും കണ്ടിട്ടല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചിത്രം പൂർത്തിയാക്കാൻ സാധാരണയായി എത്ര സമയം എടുക്കാറുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ചിത്രം കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ആവുന്നത് വരെ ഇരുന്ന് വരക്കാറില്ല. ഞാൻ പാർട്ടായിട്ടാണ് വരക്കുക. ഔട്ട്ലൈൻ ഒരു സമയത്ത് ഇരുന്ന് വരക്കും, പിന്നെ എനിക്ക് മൂടുള്ളപ്പോൾ പോയിട്ട് ഞാൻ കളറിങ് ചെയ്യും, പിന്നെ അതിനുശേഷം ഞാനത് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് അതിന്റെ ഫൈനൽ ടച്ച് ഒക്കെ തീർക്കും. അങ്ങനെ ഞാൻ പല പല സമയങ്ങളിലൊക്കെ ആയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് എക്സാക്ട് സ്റ്റാർട്ട് തൊട്ട് എൻഡിങ് വരെ എത്ര ടൈം എടുക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഒരു അപ്രോക്സിമേറ്റ് 3-4 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ആവുമായിരിക്കും. ഐ ഡോണ്ട് നോ. അടുത്തത്, വരച്ചതിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം ഏതാണ്? അതിന് പിന്നിൽ വല്ല പ്രത്യേക കഥയും ഉണ്ടോ? വരച്ചതിൽ വെച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം എന്ന് പറയാനായിട്ടൊരു ചിത്രം ഇല്ല. എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. പിന്നെ എല്ലാവരും ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ഉമ്മാനും ഉപ്പാനും വരച്ച ചിത്രം എനിക്ക് കുറച്ചും കൂടിയും കൂടുതൽ ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി വരച്ചു കൊടുത്തതായിരുന്നു. പിന്നെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെ, എന്റെ പ്രിയപ്പെട്ടവരൊക്കെ വരച്ചു കൊടുക്കണം എന്നുള്ളത്. സോ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫ്രണ്ടിനെ വരച്ചത് ഇഷ്ടമാണ്. നിഹാൽക്കാനെ വരച്ചത് ഇഷ്ടമാണ്. കാരണം എന്റെ യൂട്യൂബ് ജേർണിയിൽ ഒരു വഴിത്തിരിവായതും എന്റെ വീഡിയോക്ക് അത്യാവശ്യം റീച്ചൊക്കെ കിട്ടി തുടങ്ങിയതും, ഈ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയതും നമ്മുടെ നിഹാൽക്കാനെ വരച്ച വീഡിയോ ഇട്ടതിന് ശേഷമാണ്. സോ അതും എനിക്കൊരു പ്രിയപ്പെട്ടതാണ്. വരക്കാൻ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടുണ്ടോ, അതോ തനിയെ പഠിച്ചതാണോ? സെൽഫ്. ഓക്കെ, ഞാൻ വരക്കാൻ പ്രത്യേകിച്ച് എവിടെയും പോയിട്ടില്ല. ഓൺലൈൻ ക്ലാസ് അങ്ങനത്തെ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ മാക്സിമം യൂട്യൂബ് ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ്. പിന്നെ ഇപ്പം കറന്റ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഈ നമ്മുടെ എന്താ പറയാ, ഡ്രോയിങ്സ് ഒക്കെ ചെയ്യണ, നല്ല നല്ല പോർട്രേറ്റ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ എനിക്ക് അത്യാവശ്യം പരിചയമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ഒക്കെ അത്യാവശ്യം കയറി തുടങ്ങുമ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളെ ഫോളോ ഒക്കെ ചെയ്യും. അപ്പൊ അവരോട് ഞാനിപ്പോ എനിക്ക് വേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ അവർ പറഞ്ഞു തരാറുണ്ട്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് ആരാണ്? അങ്ങനെ ചോദിച്ചാ
നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പുതിയ ആളുകളുണ്ട്, നല്ല ചിത്രങ്ങൾ വരക്കുന്ന ആളുകൾ. അതിൽ ഒരുപാട് പേരെ ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പേരൊന്നുമില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് എന്നൊന്നുമില്ല. കല അറിയാവുന്ന എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. അതെന്താണെന്നല്ല, ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതിൽ എനിക്ക് ഡ്രോയിങ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഡ്രോയിങ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പ്രത്യേക തരം കുറച്ചും കൂടി ഇഷ്ടമാണ്. വീട് എവിടെയാണ്, ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? പഠനം, ജോലി. വീട് ഞാൻ പറഞ്ഞു തമിഴ്നാട്ടിലാണ്, ബോർഡറിൽ. ഇപ്പം പഠനം കംപ്ലീറ്റ് ആയി, ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറന്റ് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഞാൻ. യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അങ്ങനെ പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഇഷ്ടമാണ് വീഡിയോ ചെയ്യാനായിട്ട്. എന്റെ ഇഷ്ടങ്ങൾക്ക് ഞാനാണല്ലോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ എനിക്കത് ഇഷ്ടമായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതങ്ങോട്ട് തുടങ്ങി. അത്രേ ഉള്ളൂ. വരക്കുന്നത് കൂടാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഇഷ്ടം? വരക്കുന്നത് കൂടാതെ എനിക്ക് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അതിനൊരു തോന്നൽ വരണം കുക്കിംഗ് ചെയ്യണം എന്നുള്ളത്. അപ്പോഴേ ഞാൻ ചെയ്യാൻ ഇറങ്ങുള്ളൂ. സോ കുക്കിംഗ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ പെയിന്റിങ് ചെയ്യാൻ ഇഷ്ടമാണ്. കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഒരു മനുഷ്യന്റെ മുന്നിൽ ഞാൻ കളിക്കൂല, ഞാൻ ഒറ്റയ്ക്ക് കളിക്കുള്ളൂ. പക്ഷെ അതെനിക്ക് ഇഷ്ടമാണ്. ഭാവിയിൽ ഒരു വലിയ ആർട്ടിസ്റ്റ് ആവാനാണോ ആഗ്രഹം? അങ്ങനെ ചോദിച്ചാൽ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആയാൽ സന്തോഷം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരു വലിയ ആഗ്രഹമാണ് ആർട്ടിസ്റ്റ് ആവണമെന്ന് അങ്ങനെയൊന്നുമില്ല. പുതുതായി വരച്ചു തുടങ്ങുന്നവർക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ടിപ്പ് എന്താണ്? പ്രാക്ടീസ്, 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 മേക്ക് പെർഫെക്റ്റ്. അത്ര എനിക്ക് പറയാനുള്ളൂ പുതുതായിട്ട് വരക്കുന്നവരോട്. ഒറ്റയടിക്ക് ഒന്നും നിങ്ങൾ ചെയ്താൽ ശരിയാവില്ല. ഒരു ദിവസം കൊണ്ട് ഒന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂല. ഒരുപാട് പ്രാക്ടീസ് ചെയ്യാം. കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങളുടെ ഡ്രോയിങ് അതല്ല വേറെ എന്ത് കാര്യമാണെങ്കിലും പെർഫെക്റ്റ് ആവും. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഡേ നിങ്ങൾ ഒരാളെ വരക്കാൻ ട്രൈ ചെയ്ത് നോക്ക്. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ആദ്യത്തെ ദിവസമാണല്ലോ, ചിലപ്പോൾ നിങ്ങൾ വരച്ചത് ആ ആളുമായിട്ട് ഒരു സാമ്യത പോലും ഉണ്ടാവില്ല. നെക്സ്റ്റ് ഡേ വീണ്ടും അതേ ആളെ തന്നെ എടുത്തു വെച്ചിട്ട് വീണ്ടും വരക്കാൻ ട്രൈ ചെയ്യുക. അപ്പോഴും ചിലപ്പോൾ സാമ്യത ഉണ്ടാവില്ല. അതിനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അഞ്ചാമത്തെ ദിവസം നിങ്ങൾ വരക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാമ്യത വരും. കാരണം നിങ്ങൾ അത് കൂടുതൽ കൂടുതൽ വീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങൾ അതിൽ കുറെ ശ്രദ്ധിക്കാൻ തുടങ്ങും, അത് ശ്രദ്ധയോടെ വരക്കാൻ തുടങ്ങും. അഞ്ചാമത്തെ ദിവസം ഉറപ്പായിട്ടും അതിൽ ചെറിയൊരു ടച്ച്, എന്തൊക്കെയോ നിങ്ങൾ ആരെയാണ് വരക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ തുടങ്ങും. അത് തന്നെ നിങ്ങളൊരു 10 ദിവസം, 15 ദിവസം, 20 ദിവസം, ഒരു മാസം വരച്ചു നോക്ക്. ഒന്നാമത്തെ ദിവസം വരച്ച നിങ്ങളുടെ ചിത്രവും 30ാമത്തെ ദിവസം വരച്ച നിങ്ങളുടെ ചിത്രം എടുത്തു വെച്ച് നോക്കിയാൽ ഡെഫിനറ്റ്ലി ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ടിപ്പുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളോട് ചോദിക്കാം. അറിയാവുന്ന ഒരാളോട് ചോദിക്കണം ഞാൻ പറയണില്ല. എല്ലാം അറിയാവുന്ന ഒരാളാണ് ChatGPT, യൂട്യൂബ് എന്നൊക്കെ പറയുന്നത്. അച്ഛനും അമ്മയും അല്ലാത്ത എന്തും കിട്ടും. സോ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടിപ്സ് കിട്ടും. പിന്നെ അറിയാവുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അതെന്ത് ചെയ്യുക, ഓരോ ഘട്ടം എത്തുമ്പോഴും അതിന്റെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക, മാറ്റുക, ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റി നല്ല നല്ല സാധനങ്ങൾ ട്രൈ ചെയ്യുക. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തായാലും ഒരു റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. അപ്പൊ എനിക്ക് തരാനുള്ള ഒറ്റ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ്, മേക്ക് പെർഫെക്റ്റ്. അത്രയേ ഉള്ളൂ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ Q&A വീഡിയോയിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരുടെ ചോദ്യത്തിനുള്ള ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെ പറ്റി ചോദിച്ച കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞു. ഡ്രോയിങ്ങിനെ പറ്റി ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു, അതിനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. സോ ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടമുള്ളവരും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഈ വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്തോളി. നിങ്ങൾക്ക് എന്തായാലും പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചതല്ലായിരുന്നു എനിക്കതൊരു വരുമാന മാർഗമായിട്ട് മാറുന്നുള്ളത്. പക്ഷെ ഇന്നത്തെ എന്റെ വരുമാന മാർഗമാണത്. എനിക്ക് അതിൽ നിന്നും അത്യാവശ്യം ഒരു ഇൻകം കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ എന്താണെങ്കിലും പഠിച്ചോളി. നാളെ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു തരത്തിലൊരു ഉപകാരം ഉറപ്പായിട്ടും ഉണ്ടാകും. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ സന്തോഷം, അതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്ക് വരക്കാൻ പറ്റും. എനിക്ക് ഇപ്പൊ എന്ത് സങ്കടം വന്നാലും ഞാൻ നേരെ പോയിട്ട് വരക്കും. അപ്പൊ ഞാൻ സന്തോഷവതിയാവും. അത്രയേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ വാ തുറന്ന കളന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സോ ഗൈസ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ Q&A ആണ്. ഇനി മൂന്നാമത്തെ Q&A ആയിട്ട് നമ്മൾ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. സോ ഗൈസ്, അപ്പൊ ഇത്രയ്ക്കുള്ള വീഡിയോ. ബൈ.